രായമംഗലത്തെ അംഗനവാടികൾക്ക് ഓണസമ്മാനമായി ഫർണിച്ചറുകളും മിക്സിയും. പഞ്ചായത്തിലെ മുഴുവൻ അംഗനവാടികൾക്കും ഇത് കൈമാറി. വിതരണ ഉദ്ഘാടനം ഗംഭീരമായി നടന്നു. രായമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അംഗൻവാടികൾക്ക് ഫർണിച്ചറുകളും മിക്സിയും നൽകിയത്. ഇതോടെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ICDS വകുപ്പ് വഴിയുള്ള എല്ലാ പദ്ധതികളും പൂർത്തിയായി. ഇനി മുതൽ അംഗൻവാടികൾ കേന്ദ്രീകരിച്ച് ഗ്രാമസഭകൾ ചേരുന്നതിന് ആവശ്യമായ മേശകൾ, കസേരകൾ എന്നിവ ഉൾപ്പെടെയാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൈമാറിയത്. ഇവയുടെ വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NP അജയ്കുമാർ നിർവഹിച്ചു. 2025-26 വാർഷിക പദ്ധതിയുടെ ഉൾപ്പെടുത്തി ICDS ഓഫീസ് വഴി അംഗൻവാടികൾക്ക് വിവിധങ്ങളായ ഫർണിച്ചറുകളും അതുപോലെ തന്നെ മിക്സിയും നൽകുന്ന പദ്ധതി ഇന്നിപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ 31 അംഗൻവാടികളും ഈ വർഷത്തോടുകൂടി പൂർണ്ണമായും സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. 31ാമത്തെ അംഗൻവാടിയുടെ കെട്ടിടം പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മുഴുവൻ അംഗൻവാടികളും നവീകരണ ജോലികളും ഏറെക്കുറെ പൂർത്തിയായിരിക്കുകയാണ്. മുഴുവൻ അംഗൻവാടികളും ബാലസൗഹൃദ പെയിൻറ്റിങ്ങുകൾ ഉൾപ്പെടെ വരച്ച് ഏറ്റവും മനോഹരമാക്കി മാറ്റാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അംഗൻവാടിയിൽ നിന്നും അവിടുത്തെ ടീച്ചർമാരൊക്കെ ആവശ്യപ്പെട്ട പ്രകാരമുള്ള, പ്രത്യേകിച്ചും അവർക്ക് ആവശ്യമുള്ള അടുക്കളയിൽ ആവശ്യമുള്ള പാത്രങ്ങൾ, അടുപ്പ്, പ്രഷർ കുക്കർ അടക്കമുള്ള സാധനങ്ങൾ, കുട്ടികൾ കളിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ, അത്തരത്തിലുള്ള പദ്ധതികളെല്ലാം ഇതോടൊപ്പം തന്നെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പൂർത്തീകരിക്കാനുള്ള മുഴുവൻ അംഗൻവാടികളും സ്മാർട്ടാക്കി പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരു പദ്ധതി കൂടി നമുക്ക് പൂർത്തീകരിക്കാനുണ്ട്. വൈസ് പ്രസിഡന്റ് ദീപ ജോയ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത അനിൽകുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജി ബിജു, ICDS സൂപ്പർവൈസർ സിൽവി, വാർഡ് മെമ്പർ KK മാത്തുക്കുഞ്ഞ്, KN ഉഷാദേവി, മിനി നാരായണൻകുട്ടി, മിനി ജോയ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇപ്പോഴത്തെ ഭരണസമിതി കാലയളവിൽ അംഗൻവാടി വെൽഫെയർ കമ്മിറ്റികളും അംഗൻവാടി ജീവനക്കാരും നിർദ്ദേശിച്ചത് അനുസരിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും അംഗൻവാടികൾ കേന്ദ്രീകരിച്ച് നടത്തി പൂർത്തീകരിച്ചതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. ഈ വർഷത്തെ നിലവിൽ ഇംപ്ലിമെന്റിങ്ങിനായിട്ട് വച്ചിരുന്ന എല്ലാ പദ്ധതികളും, അംഗൻവാടികൾക്ക് വേണ്ടിയുള്ള മുഴുവൻ പദ്ധതികളും ഏതാണ്ട് പൂർത്തീകരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിക്ക് ചെലവഴിക്കുന്നത് 3.5 ലക്ഷം രൂപയാണ് ഫർണിച്ചർ വിതരണത്തിനും അതുപോലെ മിക്സിയുടെ വിതരണത്തിനുമായിട്ട് ചെലവഴിക്കുന്നത്. ഇത്തരത്തിൽ അംഗൻവാടികളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യപ്പെടുന്ന എല്ലാ പദ്ധതികളും അനുവദിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നത് പഞ്ചായത്ത് ഭരണസമിതി ആ കാര്യത്തിലെല്ലാം ഒറ്റക്കെട്ടായി ഒറ്റ തീരുമാനത്തോടെ അംഗൻവാടികൾക്കൊപ്പം നിൽക്കുന്നതുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അംഗൻവാടികൾ മനോഹരമാക്കുക മാത്രമല്ല, കുട്ടികളുടെ എണ്ണവും നമുക്ക് വർധനവ് കാണാൻ കഴിയുന്നുണ്ട്. ഈ വർഷം മറ്റൊരു അംഗൻവാടി ഡേ കെയർ സെൻ്ററായി മാറുകയാണ്. അത് പുല്ലുവഴിയിലാണ് അംഗൻവാടി ഡേ കെയർ സെൻ്ററായി മാറുന്നത്. അതോടുകൂടി ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പദ്ധതി കൂടി, ഒരു പഞ്ചായത്തിൽ ഒരു അംഗൻവാടിയിൽ ഒരു ഡേ കെയർ അംഗൻവാടിയോട് ചേർന്ന് എന്ന ഒരു പുതിയ പദ്ധതി കൂടി നമുക്ക് കൂടി ലഭ്യമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.